നമസ്കാരം, ഏവർക്കും ഓണാശംസകൾ. പ്രധാന വാർത്തകൾ. മാവേലിക്കാലത്തിന്റെ സ്വപ്നവുമായി കേരളം തിരുവോണപ്പുലരിയിലേക്ക്. പിന്നിടുന്നത് ഉത്രാടപ്പാച്ചിലിന്റെ പകൽ. ഗുരുവായൂരിൽ ഉത്രാട കാഴ്ചക്കുല സമർപ്പണത്തിന് ദൃശ്യമായത് വൻ ഭക്തജനത്തിരക്ക്. നാട് ആഘോഷ നിറവിൽ. ആനുകൂല്യ നിഷേധത്തിനെതിരെ പാലക്കാട്ട് സ്കൂൾ പാചക തൊഴിലാളികളുടെ ശ്രദ്ധ ക്ഷണിക്കൽ സമരം. ഉമ്മൻചാണ്ടി സർക്കാർ തുടക്കമിട്ട സ്കൂൾ പാചക തൊഴിലാളി നയം നടപ്പാക്കണം. തടഞ്ഞുവെച്ച വേതന കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്നും സ്കൂൾ പാചക തൊഴിലാളി സംഘടന HMS മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് സംഘടനാ നേതാക്കൾ. ഓണാഘോഷത്തിന് കൊണ്ടുപോവുകയായിരുന്ന രൂപമാറ്റം വരുത്തിയ 2 ജീപ്പുകൾ ഒറ്റപ്പാലം പോലീസ് പിടിച്ചെടുത്തു. ജീപ്പുകൾ പിടികൂടിയത് വരോട്, കോതക്കുറിശി എന്നിവിടങ്ങളിൽ വെച്ച്. വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറും. ലഹരിക്കെതിരെ അതീവ ജാഗ്രത. കുന്നംകുളം പോർക്കുളത്ത് വാഹന പരിശോധനയ്ക്കിടെ 9 കിലോ കഞ്ചാവുമായി 4 പേർ പിടിയിൽ. പ്രതികളെ പിടികൂടിയത് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന്. വാർത്തകൾ വിശദമായി. രാവു പുലർന്നാൽ പൊന്നോണം. പകൽ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലായിരുന്നു നാട്. വിപണിയിൽ ഇപ്പോഴും തിരക്കൊഴിഞ്ഞിട്ടില്ല. ഷൊർണൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും വസ്ത്രാലയങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഇപ്പോഴും നല്ല തിരക്കുണ്ട്. കാത്തിരുന്ന തിരുവോണമെത്തുന്നതിൻ്റെ ആഹ്ലാദ നിറവിലാണ് മലയാള നാട്. മനുഷ്യർ ഒന്നുപോലെ ജീവിച്ച മാവേലിക്കാലത്തിൻ്റെ സ്വപ്നമാണ് ഈ മഹോത്സവം പങ്കുവയ്ക്കുന്നത്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ തൃത്താലയിൽ സംഘടിപ്പിച്ച കാർഷിക പ്രദർശന വിപണന മേളയ്ക്ക് സമാപനമായി. 3 ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളോടുകൂടി നടന്നുവന്ന മേളയ്ക്കാണ് ഉത്രാട ദിനത്തിൽ സമാപനമായത്. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി തൃത്താല പൊലിമി എന്ന പേരിലാണ് തൃത്താല വെള്ളിയാങ്കലിന് സമീപം കാർഷിക പ്രദർശന വിപണന മേള സംഘടിപ്പിച്ചത്. ഉത്രാട ദിനത്തിലായിരുന്നു മേളയുടെ സമാപനം. മേളയിൽ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ നിരവധി ആസ്വാദകർക്ക് ഏറെ നവ്യാനുഭവമായി. പുനർജനി തൃത്താല അവതരിപ്പിച്ച നാടൻ പാട്ടുകളും ആസ്വാദക മനസ്സിൽ ഇടം നേടി. വടംവലി, ഉറിയടി എന്നിവയും ഉണ്ടായിരുന്നു. മേളയുടെ മറ്റൊരു ആകർഷണമാണ് ഭക്ഷ്യമേള. വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനങ്ങൾ, വിവിധ മെഷീനറികളുടെ പ്രദർശനങ്ങൾ, വിവിധ സ്റ്റാളുകൾ എന്നിവയും മേളയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി തൃത്താല പൊലിമി എന്ന പേരിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ 3 ദിവസങ്ങളിലായാണ് മേള സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ആനുകൂല്യ നിഷേധത്തിനെതിരെ പാലക്കാട്ട് പാചക തൊഴിലാളികളുടെ ശ്രദ്ധ ക്ഷണിക്കൽ സമരം. കോട്ടമൈതാനത്തിന് സമീപം നടത്തിയ സമരം NAPM ദേശീയ സെക്രട്ടറി വിളയോടി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇടതു സർക്കാർ തൊഴിലാളി വർഗത്തിന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കുകയും നിഷേധിക്കുകയും ചെയ്യുകയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത വിളയോടി വേണുഗോപാൽ കുറ്റപ്പെടുത്തി. പാവങ്ങളെ പട്ടിണിക്കിട്ട് തൊഴിൽ രഹിതരാക്കുന്ന മുഖ്യമന്ത്രി ഏതുതരം തൊഴിലാളി വർഗ നേതാവാണെന്ന് വ്യക്തമാക്കണം. സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കാനും സുരക്ഷ കൂട്ടാനുമായി കോടികളാണ് ചെലവഴിക്കുന്നത്. മനുഷ്യരെ അകറ്റി നിർത്തുന്ന ഒരാൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റല്ല. തൊഴിലാളി വർഗത്തെ വഞ്ചിക്കുന്ന മുഖ്യമന്ത്രിയെ നീചനെന്ന് ചരിത്രം വിലയിരുത്തുമെന്നും വിളയോടി വേണുഗോപാൽ പറഞ്ഞു. തടഞ്ഞുവെച്ച വേതന കുടിശ്ശിക അനുവദിക്കുക, ഉമ്മൻചാണ്ടി സർക്കാർ തുടക്കമിട്ട സ്കൂൾ പാചക തൊഴിലാളി നയം നടപ്പാക്കുക, മിനിമം വേതനം 900 രൂപയാക്കുക, സമൂഹ അടുക്കളയാക്കാനുള്ള വനിതാ കമ്മീഷന്റെ നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ശ്രദ്ധ ക്ഷണിക്കൽ സമരം. സ്കൂൾ പാചക തൊഴിലാളി സംഘടന HMS ജനറൽ സെക്രട്ടറി
ജി ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. പൗരാവകാശ പ്രവർത്തകൻ ശ്രീധരൻ തേറമ്പിൽ, ജില്ലാ പ്രസിഡന്റ് സി തങ്കമണി, PM ഷംസുദ്ദീൻ, KT ലീലാവതി, വി മറിയം, നൂർജഹാൻ ആലത്തൂർ, സുമിത സുബ്രഹ്മണ്യൻ, ശാന്തകുമാരി ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓണാഘോഷത്തിന് കൊണ്ടുപോവുകയായിരുന്ന രൂപമാറ്റം വരുത്തിയ 2 ജീപ്പുകൾ ഒറ്റപ്പാലം പോലീസ് പിടികൂടി. വരോട്, കോതക്കുറിശി എന്നിവിടങ്ങളിൽ വെച്ചാണ് പോലീസ് ജീപ്പുകൾ പിടിച്ചെടുത്തത്. രൂപമാറ്റം വരുത്തിയ ജീപ്പുകൾ ഓണാഘോഷത്തിനായി എത്തിച്ചവയാണെന്ന് പോലീസ് പറഞ്ഞു. ജീപ്പിന്റെ മുകൾ വശത്ത് അപ്പോൾസ്ട്രി ഒഴിവാക്കി കനമുള്ള ഇരുമ്പ് വൈപ്പുകൾ ഘടിപ്പിച്ച് തുറന്ന നിലയിലായിരുന്നു വാഹനങ്ങൾ. വരോടുള്ള ഒരു സ്കൂളിലേക്ക് ഓണാഘോഷത്തിനായി കൊണ്ടുപോവുകയായിരുന്നു ഒരു ജീപ്പ്. മറ്റൊന്ന് നിരത്തിലൂടെ സഞ്ചരിക്കുന്നതിനിടയിലാണ് പിടിച്ചെടുത്തത്. പിടികൂടിയ വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുമെന്ന് പോലീസ് അറിയിച്ചു. ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷം രൂപമാറ്റത്തിന് പിഴ ഈടാക്കുമെന്നും ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം അനങ്ങൻമലയിലെ സ്വകാര്യ ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണവും ഒറ്റപ്പാലം സബ് കളക്ടർക്കും ജില്ലാ കളക്ടർക്കും നിവേദനവും നൽകി. ജില്ലാ പ്രസിഡന്റ് M സുലൈമാൻ, മണ്ഡലം പ്രസിഡന്റ് ജാഫർ പത്തിരിപ്പാല, ഷെരീഫ്, ഷംസുദ്ദീൻ മാങ്കുറിശി എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. കുന്നംകുളം പോർക്കുളത്ത് വാഹന പരിശോധനയ്ക്കിടെ 9 കിലോ കഞ്ചാവുമായി 4 പേർ പിടിയിൽ. ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പോർക്കുളം സ്വദേശി പ്രിൻസ്, ചാലിശ്ശേരി സ്വദേശികളായ ആദർശ്, സുജിത്, പാലക്കാട് പടിഞ്ഞാറങ്ങാടി സ്വദേശി ആഷിഫ് എന്നിവരെയാണ് പിടികൂടിയത്. തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി R ഇളങ്കോയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പിടിയിലായത്. ഓണവിപണി ലക്ഷ്യമിട്ട് മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തുന്നതിനായാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് പ്രതികൾ പറഞ്ഞു. അറസ്റ്റിലായ പ്രതികൾ മുമ്പ് സമാന കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രതികളെ തുടർ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പെരിങ്ങോട്ടുകുറിശിയിൽ തപാൽ മേള സംഘടിപ്പിച്ചു. തപാൽ മേള പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ പാലക്കാട് സൗത്ത് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് MV മാധുരി അധ്യക്ഷയായി. തുടർന്ന് തപാൽ സേവനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് പാലക്കാട് ബ്രാഞ്ച് അംഗം അഖിൽ IPPB സേവനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പെരിങ്ങോട്ടുകുറിശി സബ് പോസ്റ്റ് മാസ്റ്റർ B പ്രസാദ് സ്വാഗതവും പോസ്റ്റ് വുമൺ ദിവ്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊട്ടായി. തൃത്താല ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് ഓണക്കോടി വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജയ നിർവഹിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് തൃത്താല ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഉൾപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണക്കോടി വിതരണം നടത്തിയത്. തൃത്താല വെള്ളിയങ്കലിനു സമീപം കാർഷിക പ്രദർശന വിപണന മേളയുടെ വേദിയിൽ വെച്ചായിരുന്നു വിതരണം. തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് ജയ ഓണക്കൊടി വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശ്രീനിവാസൻ, സംസ്ഥാന കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ ഷാനവാസ്, കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KK ചന്ദ്രദാസ്, നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സെയ്തലവി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ 150ഓളം കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ രജിസ്റ്റർ ചെയ്ത 347ഓളം കിടപ്പ് രോഗികളിൽ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 180ഓളം പേർക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. ഉദ്ഘാടന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് K ബീന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TV വത്സല, K ശ്രീജ, K സുലൈഗ, വാർഡ് മെമ്പർമാർ, സെക്രട്ടറി ഹരിലാൽ, മെഡിക്കൽ ഓഫീസർ ലീനാകുമാരി, HI അജയാനന്ദ്, പാലിയേറ്റീവ് നഴ്സ് ഷീജ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഓണപ്പൊലിമയുടെ പൂവിളിയുമായി പാലക്കാട് പൂക്കാരത്തെരുവ്. നഗരത്തിന്റെ സുഗന്ധമായ പൂക്കാരത്തെരുവിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് പൂക്കാരത്തെരുവിൽ ആവേശത്തിന് അല്പം കുറവുണ്ടെന്ന് തോന്നി. എന്നാൽ പൂക്കളുടെ ആവശ്യക്കാർക്ക് കുറവില്ല. ഓണക്കാലത്ത് ആവശ്യക്കാർ പുഷ്പങ്ങൾക്കായി പ്രധാനമായും പൂക്കാരത്തെരുവിനെയാണ് ആശ്രയിക്കുന്നത്. നഗരത്തിന് സുഗന്ധം സമ്മാനിക്കുന്ന പൂക്കാരത്തെരുവിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ഓണക്കച്ചവടം കുഴപ്പമൊന്നുമില്ല. ഇന്നലെയൊക്കെ കുഴപ്പമില്ലാണ്ട് കച്ചവടം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ തിരക്കുണ്ടാവുള്ളൂ. കുഴപ്പമില്ലാണ്ടാവും കച്ചവടം വിചാരിക്കും.
അന്യസംസ്ഥാനത്ത് നിന്ന് ഇവിടെ എത്തുന്ന പൂക്കളാണ് മലയാളിയുടെ മംഗളകർമ്മങ്ങൾക്ക് സുഗന്ധവും സൗന്ദര്യവും പകരുന്നത്. പാലക്കാട് പൂമാർക്കറ്റിൽ നിന്നാണ് അന്യജില്ലകളിലേക്കും വിൽപ്പനയ്ക്കായി പുഷ്പങ്ങൾ കൊണ്ടുപോകുന്നത്. വാടാമല്ലി, മുല്ല, റോസ്, കദംബം, ചെണ്ടുമല്ലി, അലങ്കാര പുഷ്പങ്ങൾ തുടങ്ങിയവയെല്ലാം പൂമാർക്കറ്റിൽ സുലഭമാണ്. തദ്ദേശീയമായി പുഷ്പങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും പൂവിലയ്ക്ക് കുറവില്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗുരുവായൂരിൽ ഉത്രാട കാഴ്ചകുല സമർപ്പണത്തിന് വൻ ഭക്തജനത്തിരക്ക്. രാവിലെ ശിവേലിക്ക് ശേഷം കൊടിമര ചുവട്ടിൽ അരിമാവണിഞ്ഞ തറയിൽ നാക്കില വെച്ചാണ് കാഴ്ചകുല സമർപ്പണം നടന്നത്. ക്ഷേത്രം മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി ഭഗവാനെ പ്രാർത്ഥിച്ച് ആദ്യ കാഴ്ചകുല സമർപ്പിച്ചു. തുടർന്ന് ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ചെയർമാൻ, ഭരണസമിതി അംഗങ്ങൾ, ക്ഷേത്രം തന്ത്രി, കീഴ്ശാന്തിമാർ എന്നിവർ കാഴ്ചകുല സമർപ്പിച്ചു. പിന്നീട് ഭക്തർ കാഴ്ചകുല സമർപ്പണം നടത്തി. കാഴ്ചകുല സമർപ്പണത്തിനായി നിരവധി ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത്. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന കാഴ്ചകുലയിൽ ഒരു ഭാഗം ദേവസ്വത്തിലെ ആനകൾക്ക് നൽകി. ഒരു ഭാഗം തിരുവോണ ദിവസത്തെ സദ്യയ്ക്ക് പഴംപ്രഥമൻ തയ്യാറാക്കാൻ ഉപയോഗിക്കും. ബാക്കി വരുന്ന കുലകൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപം ലേലം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ കൊട്ടക്കുന്ന് ക്രേസി ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം നടന്നു. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത നിർവഹിച്ചു. ആളുകൾക്കെല്ലാം തന്നെ റേഷൻ കടകളിൽ നിന്ന് സൗജന്യമായി കിട്ടി സഹകരണ ബാങ്കുകൾ മുഖേന സബ്സിഡി നിരക്കിൽ നമുക്ക് സാധനങ്ങൾ വിതരണം ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ കിടപ്പ് രോഗികളായ ആളുകളുടെ വീടുകളിലേക്ക് നമ്മൾ ഓണക്കിറ്റ് പഞ്ചായത്ത് മണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രവും ആയിക്കൊണ്ട് നമ്മൾ വിതരണം ചെയ്തു കഴിഞ്ഞു. അതേപോലെ തന്നെ നിരന്തരമായ സംഘടനകളുടെ നേതൃത്വത്തിലും നമുക്ക് ഓണക്കിറ്റുകളെല്ലാം തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു കിറ്റ് വിതരണം ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കിട്ടുക എന്നുള്ളതല്ല, അതായത് അവരുടെ ആ ക്ലബിന്റെ ഒരു കൂട്ടായ നല്ലൊരു പ്രവർത്തനം കൊണ്ടാണ്. പഞ്ചായത്ത് പ്രദേശത്തെ നിർധനരായ 60ഓളം കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. ഉദ്ഘാടന ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് എഫ് ഷഫീർ അധ്യക്ഷനായി. വാർഡംഗം സുനിത, ക്ലബ് സെക്രട്ടറി സുനീർ, മണികണ്ഠൻ നെച്ചിക്കാട്ടിൽ, പി സി ഷാജി, പി വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഇല്ലനിറയും നിറപുത്തിരി ആഘോഷവും നടന്നു. ഗുരുവായൂർ മുൻ മേൽശാന്തി തീയനൂർ പ്രമോദ് നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നടന്ന ഇല്ലം നിറയിലും നിറപുത്തിരി ആഘോഷത്തിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം ശാന്തി രാധാകൃഷ്ണൻ നമ്പൂതിരി, സുബ്രഹ്മണ്യ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പി മണികണ്ഠൻ, സെക്രട്ടറി വിജയപ്രകാശ് ശങ്കർ, സി കെ സുരേഷ് കുമാർ, മോഹന വാര്യർ, വി ബാലൻ, പി മോഹനൻ, വി ശിവശങ്കരൻ, എ സി ശശിധരൻ, കെ വി രാമചന്ദ്രൻ, കെ കെ സുന്ദരൻ, പി മോഹൻദാസ്, ഗിരീശൻ മാസ്റ്റർ, സി ഹരികൃഷ്ണൻ, വി രാമൻകുട്ടി, ശൈലജ പന്തലൂർ, തങ്കമ്മ കുഞ്ഞത്തുകൊണ്ടയിൽ, പി സത്യഭാമ എന്നിവർ നേതൃത്വം നൽകി. ഇല്ലനിറയുടെ ഭാഗമായി പുത്തരി പായസ വിതരണവുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചോറോട്ടൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭഗവാന് ഉത്രാട കാഴ്ചകുല സമർപ്പിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് മനു ചന്ദ്രൻ കാഴ്ചകുല സമർപ്പണം നിർവഹിച്ചു. ഹരേകൃഷ്ണ ഭജന സംഘത്തിലെ കുട്ടികൾ ക്ഷേത്രാങ്കണത്തിൽ പൂക്കളമൊരുക്കി. ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാവിലെ തിരുവോണ ഊട്ടും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും ഉണ്ടാകുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാവേലിക്കാലത്തിന്റെ സ്വപ്നവുമായി കേരളം തിരുവോണ പുലരിയിലേക്ക്. പിന്നിടുന്നത് ഉത്രാടപ്പാച്ചിലിന്റെ പകൽ. ഗുരുവായൂരിൽ ഉത്രാട കാഴ്ചക്കുല സമർപ്പണത്തിന് ദൃശ്യമായത് വൻ ഭക്തജനത്തിരക്ക്. നാട് ആഘോഷ നിറവിൽ. ആനുകൂല്യ നിഷേധത്തിനെതിരെ പാലക്കാട്ട് സ്കൂൾ പാചക തൊഴിലാളികളുടെ ശ്രദ്ധ ക്ഷണിക്കൽ സമരം. ഉമ്മൻചാണ്ടി സർക്കാർ തുടക്കമിട്ട സ്കൂൾ പാചക തൊഴിലാളി നയം നടപ്പാക്കണം. തടഞ്ഞുവെച്ച വേതന കുടിശ്ശിക ഉടൻ അനുവദിക്കണമെന്നും സ്കൂൾ പാചക തൊഴിലാളി സംഘടന HMS. മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് സംഘടനാ നേതാക്കൾ. ഓണാഘോഷത്തിന് കൊണ്ടുപോവുകയായിരുന്ന രൂപമാറ്റം വരുത്തിയ 2 ജീപ്പുകൾ ഒറ്റപ്പാലം പോലീസ് പിടിച്ചെടുത്തു. ജീപ്പുകൾ പിടികൂടിയത് വരോട്, കോതക്കുറിശി എന്നിവിടങ്ങളിൽ വെച്ച്. വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറും. ലഹരിക്കെതിരെ അതീവ ജാഗ്രത. കുന്നംകുളം പോർക്കുളത്ത് വാഹന പരിശോധനയ്ക്കിടെ 9 കിലോ കഞ്ചാവുമായി 4 പേർ പിടിയിൽ. പ്രതികളെ പിടികൂടിയത് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന്.
ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. ഏവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. നമസ്കാരം.